ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. ഞാൻ മാളവിക. അപ്പോൾ നമ്മളിന്ന് ഡേ 13 SSC CPO റാപ്പിഡ് ഫയർ സീരീസിൻ്റെ വീഡിയോ നോക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റും അതുമായിട്ട് റിലേറ്റഡ് ദ ഫാക്ട്സും നമുക്കൊന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ക്രോമസോം ഓൺ ദ ബേസിസ് ഓഫ് ദ ലൊക്കേഷൻ ഓഫ് ദ സെൻട്രോമിയർ? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ടീലോസെൻട്രിക്, എക്രോസെൻട്രിക്, ലോഫോസെൻട്രിക്, മെറ്റാസെൻട്രിക്. അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് ലോഫോസെൻട്രിക് ആണ്. ലോഫോസെൻട്രിക് എന്ന് പറയുന്നത് എന്താ, ക്രോമസോമിൽ സെൻട്രോമിയറിൻ്റെ പ്രസൻസിനനുസരിച്ച് തിരിച്ചൊരു ക്രോമസോം അല്ല എന്താ ലോപ്പോസെൻട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കുകയാണെങ്കിൽ എന്താ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ നോക്കിയിട്ട് 4 തരത്തിലാണ് ക്രോമസോമിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിലൊന്നാണ് മെറ്റാസെൻട്രിക്. മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ എന്താ, സെൻട്രോമിയർ എന്ന് പറയുന്നത് ക്രോമസോമിന് നടുക്കായിട്ടായിരിക്കും പ്രസന്റ് ആയിട്ട് ഉണ്ടാവുക. അതുപോലെ അതിന് വി ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. അടുത്ത നോക്കുകയാണെങ്കിൽ സബ് മെറ്റാസെൻട്രിക്. സബ് മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ സെൻറ്ററിലല്ല, സെൻറ്ററിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പോയിന്റിലായിട്ടായിരിക്കും എന്ത് സെൻട്രോമിയർ ഉണ്ടാവുക. അപ്പോൾ അതിന് എൽ ഷേപ്പാണ് ഉള്ളത്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ എക്രോസെൻട്രിക്. എക്രോസെൻട്രിക് എന്ന് പറഞ്ഞാൽ സബ് ടെർമിനൽ അല്ലെങ്കിൽ ലൊക്കേറ്റഡ് നിയർ ദ ടിപ്പ്, അതായത് ടിപ്പിലല്ല, ടിപ്പിന് അടുത്തായിട്ടായിരിക്കും എക്രോസെൻട്രിക്കിൽ സെൻട്രോമിയർ പ്രസന്റ് ആയിട്ടുണ്ടാവുക. അടുത്തത് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ജെ ഷേപ്പാണ്. അടുത്തത് വരുന്നതാണ് ടീലോസെൻട്രിക്. ടീലോസെൻട്രിക് എന്ന് പറയുമ്പോൾ എന്താ, ടെർമിനലിലായിട്ട് അല്ലെങ്കിൽ ലൊക്കേറ്റഡ് ദ ടിപ്പിലായിട്ടായിരിക്കും സെൻട്രോമിയർ പ്രസന്റ് ആയിട്ടുണ്ടാവുക. അതിന് ഐ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ ലോഫോസെൻട്രിക് ആണ് എന്താ സെൻട്രോമിയറിൻ്റെ പ്രസൻസിന് അനുസരിച്ചല്ലാതെ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻസ്. അതുപോലെ എന്നാ അത് പറഞ്ഞു, ലൊക്കേഷൻ അനുസരിച്ചല്ല എന്ത് സെൻട്രോമിയർ ഉള്ളത്. അപ്പോൾ അതാണ് ലോഫോസെൻട്രിക്. ഇനി നമ്മൾ ക്രോമസോമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ് ക്രോമസോം എന്ന് പറയുന്നത്. അതുപോലെ അത് എന്താ ആനിമൽസിലും പ്ലാന്റ് സെൽസിലും പ്രസൻ്റ് ആയ ഒരു കാര്യമാണ് ക്രോമസോം എന്ന് പറയുന്നത്. അതുപോലെ ഈ ക്രോമസോം എന്ന് പറയുന്നത് പ്രോട്ടീനെ കൊണ്ടും DNA, അതായത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് വെച്ചിട്ടും ഉണ്ടാക്കിയൊരു സാധനമാണ് ഈ ക്രോമസോം എന്ന് പറയുന്നത്. അതുപോലെ ഈ DNA എന്ന് പറയുന്നത് പാരൻ്റിൽ നിന്ന് ഓഫ്സ്പ്രിങ്ങിലേക്ക് പോകുന്നൊരു കാര്യമാണ് ഈ DNA എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, എ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ജഡ്ജ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ പാർലമെന്റ് ബൈ, ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ മെജോറിറ്റി, ബോത്ത് സിമ്പിൾ ആൻഡ് 2/3 മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി, 2/3 മെജോറിറ്റി. അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് സ്പെഷ്യൽ മെജോറിറ്റിയാണ്. പാർലമെൻറ്റിലെ സ്പെഷ്യൽ മെജോറിറ്റിയുടെ കണക്കുപ്രകാരമാണ് സുപ്രീം കോർട്ടിൽ നിന്നോ ഹൈക്കോർട്ടിൽ നിന്നോ ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്നത്. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ ഓർഡർ ഇടുന്നത് പ്രസിഡൻ്റ് ആണ്. അതുപോലെ ജഡ്ജസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം മിസ്ബിഹേവ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻകപ്പാസിറ്റി കാരണമായിരിക്കണം ഒരു എന്താ ജഡ്ജിനെ, സുപ്രീം കോർട്ടാവട്ടെ ഹൈക്കോർട്ടാവട്ടെ അവിടുത്തെ ജഡ്ജിനെ റിമൂവ് ചെയ്യേണ്ടത്. അതുപോലെ അതിന് 2 ഹൗസിലെയും, അതായത് ലോവർ ഹൗസിലെ ആയിക്കോട്ടെ അപ്പർ ഹൗസിലെ ആയിക്കോട്ടെ അവിടുത്തെ സ്പെഷ്യൽ മെജോറിറ്റിയും അംഗീകരിച്ചാൽ മാത്രമേ ഇത് ഓർഡർ അംഗീകരിക്കൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ദ വിറ്റമിൻ ഈസ് ഫൗണ്ട് ഇൻ ലിവർ, മിൽക്ക്, എഗ്സ് ആൻഡ് ഫിഷ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോമിങ് RBC. Deficiency of the vitamin causes anemia. Which vitamin is being referred in the above statement? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഏത് വിറ്റമിനെ കുറിച്ചാണ്? അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വിറ്റമിൻ K, വിറ്റമിൻ B12, വിറ്റമിൻ C, വിറ്റമിൻ A. നമ്മൾ ആൻസർ വരുന്നത് വിറ്റമിൻ B12 ആണ്. വിറ്റമിൻ B12 ആണ് എന്താ ലിവർ, മിൽക്ക്, എഗ്ഗ്, ഫിഷ് ഇതിൽ ഫൗണ്ട് ചെയ്യുന്നതും, അതുപോലെ എന്താ അത് RBCനെ ഫോം ചെയ്യാൻ സഹായിക്കുന്നതും, അതുപോലെ ഇതിൻ്റെ ഡെഫിഷ്യൻസി അനീമിയയും കോസ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ഇപ്പോൾ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് അഡിക്വേറ്റ് ആയിട്ടുള്ള ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവിനെയാണ് നമ്മൾ അനീമിയ എന്നുള്ള കണ്ടീഷൻ കൊണ്ട് പറയുന്നത്. അതായത് റെഡ് ബ്ലഡ് സെൽസിന് എന്ത് ചെയ്തും ഓക്സിജന് ഒരു ആവശ്യാനുസരണം എല്ലാ ബോഡി ടിഷ്യൂയിലേക്കും എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതാണ് അനീമിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ, അനീമിയ ആകുമ്പം ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും. അതിനെ തുടർന്ന് ആ വ്യക്തി ടയേർഡ് ആവുകയും വീക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ വിറ്റമിൻ B12 കാരണം വരുന്ന അനീമിയനെ പെർനീഷ്യസ് അനീമിയ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താ, റെഡ് ബ്ലഡ് സെൽസ് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ വിറ്റമിൻ B12 അത്യാവശ്യമാണ്. അതുപോലെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വിറ്റമിൻസ് കിട്ടാൻ വേണ്ടി മീറ്റ്, പോൾട്രി, ഷെൽഫിഷ്, എഗ്ഗ്, ഡയറി പ്രൊഡക്ട്സ് ഇതെല്ലാം കഴിച്ചാൽ നമുക്ക് വിറ്റമിൻസ് ധാരാളം കിട്ടുന്നതായിരിക്കും. ഇനി അതുപോലെ വേറൊരു ഫാക്ടറാണ്
ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വിറ്റമിൻ B12 ബൈൻഡിങ് കപ്പാസിറ്റി കാണിക്കുന്നതാണ് ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈംസ് ഡീഗ്രേഡ് ഡിട്രീറ്റസ് ഇൻറ്റു സിംപ്ലർ or inorganic substances. This process is called as catabolism, fragmentation, leaching, decomposition. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുന്നത് കെറ്റാബോളിസം ആണ്. കെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈംസ് ഡിട്രീറ്റ് സബ്സ്റ്റൻസിനെ സിമ്പിൾ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറ്റുന്നു. ആ പ്രോസസ്സാണ് കെറ്റാബോളിസം എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞു കെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ എന്താ, ഡിട്രീറ്റ് സിമ്പിൾ ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ സ്മോളർ ആക്കുന്നതിനെയാണ് കെറ്റാബോളിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കെറ്റാബോളിസം എന്ന് പറഞ്ഞ വേർഡ് ഒരു ന്യൂ ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് എന്താ, കാറ്റോ എന്ന് പറഞ്ഞതും ബെല്ലി എന്ന് പറയുന്ന വേർഡ്സ് എന്നാണ് വന്നിട്ടുള്ളത്. അത് ഗ്രീക്കാണ്. അതുപോലെ ഈ കാറ്റോൻ്റെ മീനിങ് ഡൗൺവേർഡ് എന്നും ബെല്ലീൻ്റെ ടു ത്രോ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതുപോലെ ലാർജ് മോളിക്യൂൾസ് ആയ പോളിസാക്കറൈഡ്സ്, ലിപ്പിഡ്സ് തുടങ്ങിയവനെ സിമ്പിൾ യൂണിറ്റ് ആക്കിയിട്ട് അത് മാറ്റും. അതായത് മോണോസാക്കറൈഡ്സ്, ഫാറ്റി ആസിഡ്, ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെയുള്ള സിമ്പിൾ ഓർഗാനിക്സ് ആക്കി മാറ്റിലാണ് ഈ കെറ്റാബോളിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതൊരു മെറ്റാബോളിസിലെ ബ്രേക്ക് ഡൗൺ ആസ്പെക്ട്സ് ആണ് ഉള്ളത്. ഇനി ബാക്കിയുള്ള ഓപ്ഷനായ ഫ്രാഗ്മെന്റേഷൻ നോക്കുകയാണെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ എന്താ, ബ്രേക്ക് ഡൗൺ ഡിറ്റീരിയസ് ഇൻറ്റു സിമ്പിൾ പാർട്ടിക്കിൾസ്. അതായത് ഇതും അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഡിറ്റീരിയസിനെ സിമ്പിൾ പാർട്ടിക്കിൾസ് ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അത് ലീച്ചിങ് എന്ന് പറഞ്ഞാൽ ലീച്ചിങ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് മണ്ണിലേക്കൂടി താഴേക്ക് പോയി അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അൺഅവൈലബിൾ സോൾട്ട്സ് ആകുന്നതിനെയാണ് ലീച്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കൊണ്ട് പറയുന്നത്. അതുപോലെ ഡീകമ്പോസിഷൻ പറയുകയാണെങ്കിൽ ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ എ സബ്സ്റ്റൻസ് ഇൻ ടു ദ കോൺസ്റ്റൻറ്റ് പാർട്സ്, അതിന് സിമ്പിൾ പാർട്സ് ആക്കുന്നതിനാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ ഡീകേ ഓർ പ്യൂട്രിഫാക്ഷൻ എന്നും കൂടി പറയുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഒറിജിനലി എ ഫണ്ടമെന്റൽ റൈറ്റ് ബട്ട് ഇൻ 1978 വാസ് മെയ്ഡ് എ ലീഗൽ റൈറ്റ് ആസ് പെർ ആർട്ടിക്കിൾ 300A. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പം ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 1978 ഇറക്കിയ 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം എന്ത് ചെയ്തു, റൈറ്റ് ടു പ്രോപ്പർട്ടീനെ ഫണ്ടമെന്റൽ റൈറ്റിന് റിമൂവ് ചെയ്തു. അതിപ്പോൾ ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. എന്ത്, ആർട്ടിക്കിൾ 300A അണ്ടറിൽ വരുന്നൊരു ലീഗൽ റൈറ്റ് മാത്രമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി. അത് ഏതിൽ പെടും, പാർട്ട് 12 പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 300A. അതുപോലെ ഇപ്പം 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇനി 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതെല്ലാം നോക്കിയാൽ റൈറ്റ് ടു ഇക്വാലിറ്റി, അതിൽ വരുന്ന ആർട്ടിക്കിളാണ് 14 to 18. അതുപോലെ റൈറ്റ് ടു ഫ്രീഡം, അതിൽ 19 തൊട്ട് 22 വരെയുള്ള ആർട്ടിക്കിൾ വരുന്നുണ്ട്. അതുപോലെ റൈറ്റ് ടു റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23, 24 ആർട്ടിക്കിൾ വരുന്നു. അതുപോലെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ 25, 28, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് 29, 30, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് 32. ഇതൊക്കെയാണ് ഇപ്പം കറൻ്റ്ലി പ്രസൻ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി നമ്മുടെ വരാന്ത റൈസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ നമുക്ക് ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബേസിക് ക്ലാസ്സസ് എക്സ്പേർട്ട് ഫാക്കൽറ്റി വന്നിട്ട് നമുക്ക് ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കൂടെ ബേസിക് സർക്കിൾസ് ഉണ്ടാവും. ബേസിക് സർക്കിൾസിൽ ബേസിക് മെറ്റീരിയൽ കൊടുത്ത് മെൻറ്റർ സപ്പോർട്ടോടുകൂടി നമുക്ക് ബേസിക് സർക്കിൾസ് ചെയ്യാവുന്നതാണ്. അത് കഴിയുമ്പോൾ എലിജിബിലിറ്റി ടെസ്റ്റ് വെച്ച് നമ്മളെ എക്സ്ട്രീം സർക്കിൾസിലേക്ക് പാസ് ചെയ്യും. എക്സ്ട്രീം സർക്കിൾസിൽ എന്ന് പറയുമ്പോൾ അവിടെയും മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. കൂടാതെ കൊടുക്കുന്ന മെറ്റീരിയൽസ് കുറച്ചും കൂടി ഹയർ ലെവലായിരിക്കും, മെയിൻസ് ലെവൽ മെറ്റീരിയലായിരിക്കും നമുക്ക് എക്സ്ട്രീം സർക്കിൾസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് സൂപ്പർ ബാച്ചസ് ഉണ്ട്. സൂപ്പർ ബാച്ചസ് എന്ന് പറയുമ്പം എക്സാം ഓറിയൻറ്റഡ് ആണ് സൂപ്പർ ബാച്ചസ് വരുന്നത്. ഇപ്പം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് 1-2 മാസത്തിനിടക്കായിട്ടായിരിക്കും സൂപ്പർ ബാച്ചസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് റിപ്പ് സെക്ഷൻ ഉണ്ട്. റിപ്പ് സെക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഓൺലൈൻ ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ചെയ്ത് നമ്മുടെ സ്പീഡും കൺസിസ്റ്റൻസിയും വർദ്ധിപ്പിക്കുക എന്നതാണ് റിപ്പ് സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിയുമ്പോൾ മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ ഉണ്ട്. മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പേർട്ട് പാനൽ ആ ഒരു എൻവയോൺമെൻറ്റിൽ വെച്ചിട്ട് നമുക്ക് മോക്ക് ഇൻ്റർവ്യൂ തരികയും നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്തി ഇമ്പ്രൂവ് ആക്കാനാണ് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ വരാന്ത റൈസിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സസ് മൺഡേ ടു ഫ്രൈഡേ റെഗുലർ ബാച്ചും സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ബാച്ചും അവൈലബിൾ ആണ്. അതുപോലെ ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് വേണോ ഓൺലൈൻ ക്ലാസ് വേണോ എന്ന് നോക്കി ചൂസ് ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്.
നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽസ് ആർ വാസ്റ്റ്ലി യൂസ്ഡ് ഇൻ ദ ഗൺ പൗഡർ ഓഫ് ഫയർ വർക്ക്സ്? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സിൽവർ നൈട്രേറ്റ് ആൻഡ് ചാർക്കോൾ, സിൽവർ നൈട്രേറ്റ് ആൻഡ് സൾഫർ, പൊട്ടാസ്യം സൾഫേറ്റ് ആൻഡ് ഫോസ്ഫറസ്, പൊട്ടാസ്യം നൈട്രേറ്റ്, സൾഫർ ആൻഡ് ചാർക്കോൾ. നമ്മൾ ആൻസർ വരുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ്, സൾഫർ ആൻഡ് ചാർക്കോൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താ ഫസ്റ്റ് കെമിക്കൽ എക്സ്പ്ലോസീവ് എപ്പം 19ാം നൂറ്റാണ്ടിലെ ഏത് നൈട്രോസെല്ലോസ്, നൈട്രോഗ്ലിസറിൻ, സ്മോക്ക്ലെസ് പൗഡർ ആൻഡ് TNT ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് കെമിക്കൽ എക്സ്പ്ലോസീവ് ആയിരുന്നു ഗൺ പൗഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനു മുമ്പ് വേറെയും പല സാധനങ്ങളും നമ്മൾ എക്സ്പ്ലോസീവായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഗ്രീക്ക് ഫയർ. അതുപോലെ റോഗർ ബേക്കൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഗൺ പൗഡർ ഇൻവെൻറ്റ് ചെയ്തത്. അതുപോലെ ഇതിന് ബ്ലാക്ക് പൗഡർ എന്ന് കൂടിയൊരു പേര് പറയുന്നുണ്ട്. ഇനി അദ്ദേഹം യൂറോപ്പിൽ വെച്ചിട്ടാണ് ഈ ഗൺ പൗഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ അതിൽ ഈ സൾഫറും ചാർക്കോളും എന്താ ഫ്യൂവൽസ് ആയിട്ടും അതുപോലെ സാൾട്ട്പീറ്റർ ഓക്സിഡൈസർ ആയിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ എന്താ ഇത് സൾഫർ, ചാർക്കോൾ ആൻഡ് പൊട്ടാസ്യം നൈട്രേറ്റുമായിട്ട് കൺസിസ്റ്റ് ചെയ്തെയാണ് ഈ ഗൺ പൗഡർ എന്ന് പറയുന്നത്. ഈ പൊട്ടാസ്യം നൈട്രേറ്റിനെ സൾപീറ്റർ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സൾപീറ്റർ എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസർ ആണ്. അതായത് പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ ഡാഷ് ഈസ് എ ഡൊമസ്റ്റിക് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കോമ്പറ്റീഷൻ പ്ലേഡ് ഇൻ ഇന്ത്യ. ഓപ്ഷൻസ് BC റോയ് ട്രോഫി, ദുലീപ് ട്രോഫി, മഹാരാജ രഞ്ജിത്ത് സിംഗ് ഗോൾഡ് കപ്പ്, ബേഗൻ കപ്പ്. അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് ദുലീപ് ട്രോഫിയാണ് ആദ്യത്തെ ഡൊമസ്റ്റിക് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കോമ്പറ്റീഷൻ. ഇനി ദുലീപ് ട്രോഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിന് മാസ്റ്റർ കാർഡ് ദുലീപ് ട്രോഫി എന്ന് കൂടി പറയുന്നുണ്ട്. അതുപോലെ ചില സ്പോൺസർഷിപ്പ് റീസൺസ് കാരണമാണ് ഇതെന്തായത് ഡൊമസ്റ്റിക് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കോമ്പറ്റീഷനായിട്ട് മാറിയത് ഇന്ത്യയിൽ. ഇനി ഈ ദുലീപ് ട്രോഫി എന്നുള്ള പേര് വന്നത് എന്താ നവങ്കർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കുമാർ ശ്രീ ദുലീപ് സിംഗിൻ്റെ പേരിൽ നിന്നാണ് ദുലീപ് ട്രോഫി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് BCCIയുടെ കൺട്രോളിലാണ് ഈ ദുലീപ് ട്രോഫി കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഏത് വർഷം? ആദ്യമായിട്ട് 1961-62 സീസണിലാണ് ഇത് കണ്ടക്ട് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ക്രിക്കറ്റിൽ തന്നെ ബാക്കി വരുന്ന ട്രോഫി അത് കപ്പ് നോക്കുകയാണെങ്കിൽ രഞ്ജി ട്രോഫി അത് നാഷണൽ ചാമ്പ്യൻഷിപ്പാണ്. അതുപോലെ ഇറാനി ട്രോഫി, CK നായിഡു ട്രോഫി, ക്വീൻ ജാൻസി ട്രോഫി, ദേവദർ ട്രോഫി, പിന്നെ GD ബെയ്ദൽ ട്രോഫി, ഇങ്ങനെ തുടങ്ങിയതാണ് ക്രിക്കറ്റിൽ വരുന്ന ബാക്കിയുള്ള കപ്പുകൾ, ട്രോഫികൾ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ ബാറ്റിൽ ഓഫ് തുക്കറോയി ഓൾസോ നോൺ ആസ് ബാറ്റിൽ ഓഫ് ബജൗറ ഓർ ദ ബാറ്റിൽ ഓഫ് മുഗൾമാർ വാസ് ദ ഫോർട്ട് ബിറ്റ്വീൻ ദ മുഗൾ എംപയർ ആൻഡ് ദ ബംഗാൾ സുൽത്താനേറ്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയർ? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 1595, 1585, 1532, 1575. അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് 1575. 1575 ബാറ്റിൽ ഓഫ് തുക്രോയ് നടന്നിട്ടുള്ളത്. ആരൊക്കെ തമ്മിൽ? മുഗൾ എംപയറും അതുപോലെ ബംഗാൾ സുൽത്താനേറ്റും തമ്മിൽ. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേറെ പേര് വരുന്നത് ബാറ്റിൽ തുക്രോയി, അല്ലെങ്കിൽ ബാറ്റിൽ ബജൗറ, അല്ലെങ്കിൽ ബാറ്റിൽ മുഗൾമാർ. ഇതൊക്കെ ഈ ഒരു ബാറ്റിലിൻ്റെ തന്നെ പല പല പേരുകളാണ്. ഇത് ആരൊക്കെ തമ്മിലാണ്? മുഗൾ എംപയറും അതുപോലെ ബംഗാൾ സുൽത്താനേറ്റും തമ്മിൽ 1575 നടന്നിട്ടുള്ളത്. അതുപോലെ ഈ ബാറ്റിൽ തന്നെ ഞാൻ പറഞ്ഞു മുഗൾ എംപയർ അക്ബറും ബംഗാൾ സുൽത്താനേറ്റും തമ്മിലാണ് നടന്നത്. ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 3 മാർച്ചിന് നടന്നു എന്നാണ് കരുതപ്പെടുന്നത്. 3 മാർച്ച് 1575 നടന്നു എന്നാണ് ഇത് കരുതപ്പെടുന്നത്. അതുപോലെ ഈ ബാറ്റിൽ മുഗൾ ഫോഴ്സ് ജയിക്കുകയും അതിനെ തുടർന്ന് ബംഗാളിനെ ഇവർ കൈയടക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ബംഗാൾ റീജിയൻ മുഗളിലേക്ക് ജോയിൻ ചെയ്യപ്പെട്ടു. അതിനുശേഷം ഈ തുക്രോയി എന്ന് പറഞ്ഞ സ്ഥലം ഇന്ന് കാണുന്ന ഒഡീഷയിലെ ബൽസോറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തുക്രോയി എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത്. ഇനി അടുത്ത ബാറ്റിൽ ഓഫ് അക്ബർ, ബാക്കി അക്ബർ നടത്തിയ ബാറ്റിൽ നോക്കുകയാണെങ്കിൽ ഒന്നാണ് ബാറ്റിൽ ഓഫ് ഹൽദിഗട്ടി. അത് 18 ജൂൺ 1576 നടന്നിട്ടുള്ളത്. അത് ആരൊക്കെ തമ്മിലായിരുന്നു? റാണ ഓഫ് മേവർ മഹാറാണ പ്രതാപും അതുപോലെ മുഗൾ എംപയർ അക്ബറും തമ്മിലായിരുന്നു ഈ യുദ്ധം നടന്നിട്ടുള്ളത്. ഇത് എവിടെ വെച്ചാണ് നടന്നതെന്ന് പറഞ്ഞാൽ ഹൽദിഗട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബാറ്റിൽ നടന്നിട്ടുള്ളത്. അതുപോലെ അടുത്തതാണ് ബാറ്റിൽ ഓഫ് തനേസർ നടന്നത് 1567. അത് നടന്നത് എവിടെയാ? സരസ്വതി നദിയുടെ അടുത്തുള്ള, ഹരിയാനയിലെ സരസ്വതി നദീൻ്റെ അടുത്തുള്ള തൻസീർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബാറ്റിൽ നടന്നത്. അതുപോലെ ഈ ബാറ്റിൽ ഓഫ് തൻസീറിൻ്റെ വേറൊരു പേരാണ് ബാറ്റിൽ ഓഫ് അസെറ്റിക്സ്.
അത് 1567 നടന്നത്. ആരൊക്കെ തമ്മിൽ? മുഗൾ എംപയർ അക്ബർ ആൻഡ് രജപുത്ത്. രജപുത്തന്മാരും മുഗൾ എംപയർ അക്ബറും തമ്മിലാണ് ഈ യുദ്ധം നടന്നിട്ടുള്ളത്. ഇത് എവിടെയാ? സരസ്വതി നദിയുടെ അടുത്തുള്ള ഗഗ്ഗർ റിവറിൻ്റെ അടുത്താണ് ഈ യുദ്ധം നടന്നിട്ടുള്ളത്. പിന്നെ അക്ബർ നടത്തിയൊരു യുദ്ധമാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അത് 1556 പാനിപ്പത്തിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അതിൽ ആരൊക്കെ തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത്? ഹെമു ചന്ദ്ര വിക്രമം ആദിത്യ ആൻഡ് അക്ബർ ഓഫ് ദ മുഗൾ എംപയർ. ഇവരൊക്കെ തമ്മിലായിരുന്നു ഈ ബാറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ 9th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അക്കോർഡിംഗ് ടു പ്ലേറ്റ് ടെക്ടോണിക്സ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എ ടെക്ടോണിക് പ്ലേറ്റ് ഈസ് എ മാസീവ് റെഗുലർലി ഷേപ്ഡ് സ്ലാബ് ഓഫ് സോളിഡ് റോക്ക്. Option B, the theory of plate tectonics proposes that the Earth's lithosphere is divided into 7 major and some minor plates. Option C നോക്കുകയാണെങ്കിൽ plates move vertically over the asthenosphere as rigid units. Option D, a tectonic plate is composed of only continental lithosphere. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താ? The theory of plate tectonics proposes that the Earth's lithosphere is divided into 7 മേജർ ആൻഡ് സം മൈനർ പ്ലേറ്റ്സ്. അങ്ങനെയാണ് തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ് പറയുന്നത്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ തിയറി ഓഫ് പ്ലേറ്റ് പറയുന്നത് 7 മേജർ ഏരിയയായിട്ടും പിന്നെ സം മൈനർ പ്ലേറ്റ്സ് ആയിട്ടും എന്താ ടെക്ടോണിക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ മേജർ പ്ലേറ്റ്സ് ഏതെല്ലാം നോക്കിയാൽ ആഫ്രിക്കൻ പ്ലേറ്റ്, അന്റാർട്ടിക് പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, പസഫിക് പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്. ഇങ്ങനെ 7 പ്ലേറ്റ് ആയിട്ടാണ് എന്താ ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് എർത്തിലെ ലിത്തോസ്ഫിയറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്നത്തെ ലാസ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ ഫേമസ് മ്യൂസീഷ്യൻ ഉസ്താദ് സുൽത്താൻ ഖാൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഡ്രംസ്, സാരംഗി, തബ്ല, ഫ്ലൂട്ട്. നമ്മൾ ആൻസർ വരുന്നത് സാരംഗിയാണ്. ഉസ്താദ് സുൽത്താൻ ഖാൻ എന്ന് പറയുന്നത് സാരംഗി ഇൻസ്ട്രുമെൻറ്റിൻ്റെ അസോസിയേറ്റ് ആണ്. അതുപോലെ എന്താ അദ്ദേഹം ഒരു ഇന്ത്യൻ സാരംഗി പ്ലെയറാണ്. അതുപോലെ ഈ സാരംഗി എന്ന് പറയുന്നത് എന്താ ഒരു സ്കിൻ കവേർഡ് റെസനേറ്ററുള്ള ബോർഡ് സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് സാരംഗി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ ഉസ്താദ് സുൽത്താൻ ഖാൻ എന്ന് പറയുന്നത് സിഖർ ഘരാനയിൽപ്പെട്ട ഒരു ക്ലാസിക്കൽ വൊക്കലിസ്റ്റാണ് ഉസ്താദ് സുൽത്താൻ ഖാൻ. അതുപോലെ അദ്ദേഹത്തിന് 2010 പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉസ്താദ് സുൽത്താൻ ഖാൻ ഒരു സാരംഗി പ്ലെയറാന്ന് പറഞ്ഞു. അതുപോലെ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻ്റായ വീണ, തബ്ല അതിൽ വരുന്നൊരു ഫേമസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുവാണെങ്കിൽ വീണ വരുമ്പോൾ നോക്കുവാണ് KR കുമാരസ്വാമി അയ്യറും ദുരൈസ്വാമി അയ്യങ്കാറും. അതിൽ തബ്ല നോക്കുവാണെങ്കിൽ കിഷൻ മഹാരാജ്, അല്ല രഖാ ഖാൻ, സക്കീർ ഹുസൈൻ, നിഖിൽ ഘോഷ്. ഇതൊക്കെ തബ്ലയിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി സന്തൂർ നോക്കുവാണെങ്കിൽ തരുൺ ഭട്ടാചാര്യ, ഭജൻ സപൂരി, ഉല്ല ബപ്പത്ത് അതൊക്കെ സന്തൂറിൽ വരുന്നു. അതുപോലെ സിത്താർ നോക്കുവാണെങ്കിൽ രവിശങ്കർ, നിഖിൽ ബാനർജി, ഹരാശങ്കർ ഭട്ടാചാര്യ, വിലയത്ത് ഖാൻ ഇതൊക്കെ സിത്താറിൽ വരുന്ന ആൾക്കാരാണ്. ഇനി വയലിൻ നോക്കുവാണെങ്കിൽ ഗജനൻ റാവോ ജോഷി, ബുലസ്വാമി ദീക്ഷിതാർ, MS ഗോപാലകൃഷ്ണൻ, ലൽഗുഡി G ജയരാമൻ, TR കൃഷ്ണൻ, മൈസൂർ T ചൗദയ അതൊക്കെയാണ് വയലിനിൽ വരുന്നത്. അതുപോലെ ഫ്ലൂട്ട് നോക്കുവാണെങ്കിൽ TR മഹാലിംഗം, ഹരിപ്രസാദ് ചൗരസ്യ, അതുപോലെ പൻലാൽ ഘോഷ് ഇതൊക്കെയാണ് ഫ്ലൂട്ടിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റിനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോവുക. ഇതിന് മുമ്പുള്ള വീഡിയോസും കണ്ട് അതും കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോവുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ താങ്ക് യു.